നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അപ്പീലുകളുടെ വിധി ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരുടെ ശിക്ഷ നടപടി ഹൈക്കോടതി അവരെ ശിക്ഷിക്കണമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം മറ്റു പ്രതികൾ ശിക്ഷ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. ടി പി വധക്കേസിലെ 10-12 പ്രതികളായിരുന്ന ONGM ഏരിയ കമ്മിറ്റി മുൻ അംഗം കെ കൃഷ്ണൻ, അതുപോലെ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം മുൻ അംഗമായ ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടിയാണ് ഹൈക്കോടതി എന്ന് തടയുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും അധികം ആളുകൾ ഗൂഢാലോചനയിൽ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടുന്ന കേസ് കൂടിയായി മാറുകയാണ് ടി പി വധക്കേസ്. രാഷ്ട്രീയമായി ഇതിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്നത് കേരളം എത്രയോ തവണ ചർച്ച ചെയ്തതുമാണ്. ഇനി ഈ കേസിൽ പങ്കില്ലെന്ന് പറയാൻ CPM-നാകുമോ എന്ന ചോദ്യമാണ് ഈ വിധിയോടുകൂടി വീണ്ടും ഉയരുന്നത്. പൊതുവേദി പരിശോധിക്കുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ കൃഷ്ണദാസാണ്. ശ്രീ കൃഷ്ണദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇനി പ്രതിരോധിക്കാൻ CPM-ന് ആകുമോ? നമസ്കാരം സാർ. നമസ്കാരം. പ്രതിരോധിക്കാൻ അവരൊക്കെ തയ്യാറാവും. കാര്യം ഈ നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരാൾ വിളിച്ചാൽ അതും തണലെന്ന് പറയുന്ന രീതിയാണല്ലോ CPM തുടരുന്നത്. അങ്ങനെ അതവര് തുടർന്നുകൊണ്ടിരിക്കും. കാര്യം ഇത് അന്ന് ആ സംഭവം നടന്നിട്ട് തന്നെ കാറിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചല്ലേ പോയത്. മറ്റൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, മുഹമ്മദ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, കോടതി വിധിയിൽ നിന്ന് താങ്കൾക്ക് എന്തു മനസ്സിലാകുന്നു? ഈ അക്രമത്തിന് പിന്നിൽ, ഈ കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ കോടതി വിധി? നമസ്കാരം സാറേ. നമസ്കാരം. പല കാലങ്ങളിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പലതും നടന്നിട്ടുണ്ട്. അതേപോലെ ഇത് നടന്നു കഴിഞ്ഞ് കോടതി പൂട്ടണമൊന്നുമില്ലല്ലോ. വേറെയും കോടതിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓൽക്കും തന്നെ ആസനത്തിൽ ആല് മുളച്ചിട്ടൊന്നുമില്ലല്ലോ ഇടതന്മാർക്ക്. അപ്പൊ അവര് നോയിക്കോളും സാറേ. വ്യക്തമാണ്. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, ഇനിയും മേൽക്കോടതികളുണ്ട്, അതുകൊണ്ട് ഈ വിധിക്ക് ഒരു മറുവിധി ഉണ്ടാകും എന്ന പ്രതീക്ഷയ്ക്ക് ഇനി എത്ര സ്ഥാനമുണ്ട്? ഇത് എല്ലാ മനുഷ്യന്മാർക്കും അറിയാലോ. ഇതിൽ പ്രത്യേകം കോടതിയൊന്നും പറയണ്ട. മുഴുവൻ ആൾക്കാർക്കും അറിയാം CPM-ന് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കൊലപാതകം തന്നെയാണ്. ഇതിൽ പിന്നെ പറയാനില്ല. ഇപ്പൊ എല്ലാ ആൾക്കാരും ശിക്ഷിച്ച പ്രതികളൊക്കെ ഈ പാർട്ടിന്റെ, ഈ കുഞ്ഞനൊക്കെ പാർട്ടിന്റെ ആരാണ്. അപ്പോ ഇതില് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ആ മുകളിലോട്ട് കൊണ്ടുപോയില്ല. കാര്യം ഇത് ആരാ ചെയ്യിച്ച ആളെ പിടിച്ചു കഴിഞ്ഞാല് ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ ഒറ്റ ഒരാളാണ് കണ്ണൂർ ജില്ലയില് ഈ കൊലപാതകത്തിന്റെ എല്ലാം പിന്നില്. അയാളെ കണ്ടുപിടിക്കണം. ആരാന്നുള്ള ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അയാളെ ഈ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നാൽ തന്നെ ഈ നാട്ടിലെ എല്ലാ മരിച്ച ആൾക്കാരുടെ ആത്മാവിനും ഒരു നല്ല സൗഖ്യം ഉണ്ടാവും. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ എന്നൊരു പ്രേക്ഷകൻ വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വയലാറിൽ നിന്നാണ്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഇന്നത്തെ ഈ ഹൈക്കോടതിയുടെ വിധിയെ? ഞാനേ വിധി വന്നപ്പോ തൊട്ട് എന്താണ് പ്രതികരണം വരാത്ത എന്നുള്ള സഖാക്കളുടെ പ്രതികരണം. പക്ഷെ പെട്ടെന്ന് പ്രതികരണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഗോവിന്ദമാഷ് പറഞ്ഞ വിധിയെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾക്ക് പങ്കില്ല. എന്തൊരു വൈരുദ്ധ്യമാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും CPM ആരാന്ന് ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇച്ചിരി മുമ്പ് നമ്മുടെ ജയരാജൻ സഖാവ് പറഞ്ഞ് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തവരാണ് ഈ പ്രതികളെന്നൊക്കെ. എന്തൊരു കഷ്ടമാണ് ഇത്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലല്ലേ ഇത് പറയുന്നത്. ഇനിയിപ്പോ പറയും ഈ വിധിച്ച ജഡ്ജി സംഖ്യയാണ്, അതേ ഇനി പറയാൻ ബാക്കിയുള്ളൂ. ചൂടൊക്കെ പറയും ഇത് മാധ്യമ സൃഷ്ടിയാന്ന് പറയാത്ത ഭാഗ്യം. കാരണം കോടതി വിധിയായതുകൊണ്ട് മാധ്യമ സൃഷ്ടിയാന്ന് പറയില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. ശരിയല്ലേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പാലയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഉമേഷ്. ശ്രീ ഉമേഷിന് എന്ത് തോന്നുന്നു? പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വരികയാണോ ഈ പുതിയ വിധിയോടുകൂടി? സാർ, ഇതിന് ഹെഡിങ് കൊടുക്കേണ്ടത് തന്നെ CPM-ന് തിരിച്ചടി ആയോ എന്നാ കൊടുക്കേണ്ടത്. ബാക്കിയുള്ള മിക്ക കാലത്തും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. തിരിച്ചടി CPM-ന് എന്നാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ
ജനെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എല്ലാം ഇനിയിപ്പം കോടതി ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനി നമ്മുടെ എല്ലാം കാശാ ഇതിനകത്ത് ചെലവാകുന്നത് കൂട്ടുക. ഇതിപ്പോ ഏതപ്പം അപ്പം വന്നാലും അമ്മയ്ക്കിറക്ക് പ്രതിയിൽ വെച്ചില്ല എന്നാ വന്നാലും നമ്മുടെ കാശായി പോകുന്നത് തന്നെ. ഇപ്പൊ തന്നെ 75 ലക്ഷം രൂപ ഇപ്പം ഒരു വക്കീലിന് കൊടുത്തിട്ടിരിക്കുക വേറൊരു കേസില്. അപ്പൊ ഇതേതായാലും നമ്മുടെ കാശ, ഇത് എങ്ങോട്ട് പോയാലും എതിരെ വന്നാലും ഇവന്മാരെല്ലാം CPM പാർട്ടിയാണെന്നുള്ള ഈ കേരളത്തിൽ ജനങ്ങൾക്കെല്ലാം ഇത് അറിയാം. ക്യാപ്സ്യൂള് ഇവിടെ വൈകിട്ട് 7 മണി നിങ്ങളുടെ ചാനൽ മുതൽ ക്യാപ്സ്യൂളുമായിട്ട് വരും. അതിനകത്തൊന്നും ഒരു അന്യമുള്ള പാർട്ടിയല്ല ഈ CPM എന്ന് പറഞ്ഞത്. അതിനകത്തായി ഇവിടുത്തെ ഒന്നും അറിയത്തില്ലാത്ത പാവങ്ങൾ ഈ ജനങ്ങൾ വീണു പോകും, ഇവരുടെ ക്യാപ്സ്യൂളിൽ വീണു പോകും. ഇവന്മാര് ഇതിപ്പോ ഈ കൊലപാതകം ചിലപ്പം വേണമെങ്കിൽ ഇവ തിരിച്ച് മറിച്ച് എന്നിങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വൈകിട്ട് ചാനൽ കേൾക്കാൻ രസമായിരിക്കും. അത് വൈകിട്ട് ചാനൽ 7 മണി ആകാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുക. കാരണം എന്താ വെച്ചാൽ ക്യാപ്സ്യൂളുമായിട്ട് തയ്യാറാക്കിയില്ല, റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ വൈകിട്ട്. യെസ്, വ്യക്തമാണ്. ലത എന്നൊരു പ്രേക്ഷക കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ലത, കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വടകരയിലാണ്, ഓർക്കാട്ടേരി. ടിപിന്റെ വീട്ടിന്റെ കുറച്ചടുത്താണ് വീട്. അത് ശരി. TP ആ നാട്ടിലെ ജനപ്രിയനായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. എങ്ങനെ ഓർക്കുന്നു ലത ഈ സംഭവത്തിൽ പുതിയ വിധി വരുമ്പോൾ? എന്താണ് ലതയുടെ പ്രതികരണം? എന്താണ് ആ നാടിന്റെ പ്രതികരണം? ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. പക്ഷെ ബാക്കിയുള്ളവരെയും കൂടി, ഉന്നതർക്കൊക്കെ പങ്കുണ്ട്, അവരെയും കൂടി കിട്ടണം. എന്നാലേ അവർക്കും കൂടി ശിക്ഷ കിട്ടണം. എന്നാൽ മാത്രമേ ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്കൊക്കെ അതിലൊരു ഇതുണ്ടാവും. ടിപ്പിനെ പ്രത്യേകിച്ച് അറിയാം, വ്യക്തിപരമായിട്ട് ഇവിടെ അടുത്തൊക്കെ വീടുകളിലൊക്കെ വരാറുണ്ട്. അപ്പം വെട്ടിക്കൊല്ലാൻ മാത്രം ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനായിരുന്നു TP എന്ന് ഈ നാടിനറിയാം. പിന്നെ എന്തുകൊണ്ടോ തെറ്റെന്ന് പറഞ്ഞാൽ പാർട്ടിക്കെതിരായി പറഞ്ഞുകൊണ്ടും പാർട്ടിയിൽ നിന്ന് മാറിയതുകൊണ്ടും മാത്രം, പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന പോലെ ഇല്ലാണ്ടാക്കല് അവരൊരു ഇതാണല്ലോ, അവരൊരു ഇതുവരെ നടന്ന് വന്നൊരു സംഗതിയാണ്. കണ്ണൂരിലൊക്കെ പാർട്ടിക്കെതിരായിട്ട് ആരെയും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് അക്രമ രാഷ്ട്രീയം. ഏതായാലും അവിടുത്തെ പാർട്ടി നേതൃത്വത്തിന് ഇതിന്റെ പുറകിൽ വ്യക്തമായ കൈകളുണ്ടെന്നാണ് അവിടത്തുകാരിയായ ശ്രീമതി ലത വിശ്വസിക്കുന്നത്, അല്ലേ? അതെ. എന്തായാലും ബാക്കിയുള്ളവർക്ക് കൂടി ശിക്ഷ കിട്ടണം. ഇതിപ്പോ ഈ മോഹനെയൊക്കെ വെറുതെ വിട്ടതുകൊണ്ട് വല്ലാത്തൊരു വിഷമായിട്ടുണ്ട്. അത് പങ്കുണ്ട് എന്നുള്ള ശരിക്കും ഈ നാട്ടുകാരിയും കൂടെ ആയതുകൊണ്ട് പല സംഭവങ്ങളും ഞങ്ങൾക്കറിയാം. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ ദിവസമായി ഇതിലേക്ക് വിളിക്കും, ഇന്നാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷത്തെ. എല്ലാ ദിവസവും ഈ പരിപാടിക്ക് ഞാൻ കാണാറുണ്ട്, വിളിച്ചു നോക്കാറുണ്ട്, കിട്ടാറില്ല. അത് ഈ നിരവധി പേർ വിളിക്കുന്നതുകൊണ്ട് ആകെ ഒരു ഫോണല്ലേ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതങ്ങനെ ജാമായി പോകുന്നതിന്റെയൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ വിളിക്കാതിരിക്കരുത്, തീർച്ചയായും. നല്ല പരിപാടിയാണ് കേട്ടോ, നല്ല പരിപാടിയാണ്. എല്ലാ അഭിനന്ദനങ്ങളും. ലതയുടെ പിന്തുണ ഏറ്റവും വലിയ ഊർജ്ജമാകുന്നു. വളരെ നന്ദി. അവിടുന്ന് റിട്ടയർഡ് അധ്യാപികയാണ്, ഒരു അമ്മ സ്ഥാനത്തൊക്കെ വേണമെങ്കിൽ കാണാം. അതെ. ഏത് സ്കൂളിലാണ് അവസാനമായി പഠിപ്പിച്ചത്? നാദാപുരത്ത് റിട്ടയർഡ് ആയി, 21 റിട്ടയർഡ് ആയി. നാദാപുരത്താണ് അവസാനമായി പഠിപ്പിച്ചത്, അല്ലേ? ഏതായാലും നിരവധി കുട്ടികൾക്ക് നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത ലതയ്ക്ക് തുടർന്നും പൊതുവേദിയിലൂടെ ആ ദൗത്യം തുടരാം എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. വളരെ നന്ദി ശ്രീമതി ലത ഇങ്ങോട്ട് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു ഈ 2 പ്രതികൾ കൂടി ഇതിൽ ഭാഗവാക്കാകുമ്പോൾ? നമസ്കാരം സാറേ. നമസ്കാരം. 2 പ്രതികളെ കൂടെ കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ യഥാർത്ഥ പ്രതികൾ ആരും ഇനിയും കിട്ടാനുണ്ട്. യഥാർത്ഥ പ്രതികളെ ഇനിയും കിട്ടാനുണ്ട്. ഇത് AKG സെന്ററിൽ നിന്ന് കൊടുത്ത ഒരു ലിസ്റ്റാണ് ആദ്യം ഹാജരാക്കിയത്. ആ ലിസ്റ്റിൽ പെട്ടവരാണ് ഇപ്പോൾ കുറെ ആദ്യം ശിക്ഷിച്ച് അവരെ ഈ AKG സെന്ററിൽ നിന്ന് ഒഴിവാക്കി വിട്ട കുറെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ടവരെയാണ് ഇനിയിപ്പം ശിക്ഷിക്കാനുള്ളത്. അതിലെ മെയിൻ പാർട്ടി എന്ന് പറയുന്നത് ആണ് ഈ മോഹനം. പിന്നെ ഇതൊരു പാഠവും കൂടെയാണ്. ഈ പിണറായി ഇത്രത്തോളം അധപ്പതിക്കാനും ഈ പാർട്ടി ഇത്രയും നശിക്കാനും കാരണം ഈ TPയുടെ കൊലയോടുകൂടിയാണ്. കാരണം വെച്ചാൽ ഈ ആരെങ്കിലും മിണ്ടിപ്പോയാൽ ഇതാണ് അനുഭവം, ഇതാണ് നിങ്ങൾക്ക് അനുഭവം എന്ന് പറഞ്ഞ് ഇവിടെ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ പലർക്കും ഒരുപാട് പറയാനുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നത്. ജയരാജനാണെങ്കിലും ഐസക് സാറിനാണെങ്കിലും പലർക്കും ഇത് ഒരുപാട് ഈ പിണറായിയെ പറ്റി പറയാനുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആരെങ്കിലും മിണ്ടിപ്പോയാൽ ഈ ഗുണ്ടായുസമാണ് ഈ സർക്കാർ നടത്തുന്നത്. ഇനിയിപ്പം AKG സെന്ററിൽ നിന്നും ഗൾഫിലൊരു AKG സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ക്യാപ്സ്യൂളുകൾ ഇതിപ്പോ ഇതിന്റെ വിശദീകരണം വരുമ്പോഴേ അറിയാമോ എന്താണെന്ന്. ഓക്കെ സാർ. യെസ്, വ്യക്തമാണ്. ജയകുമാർ ആണെന്ന ഒരു പ്രേക്ഷകനാണ് വിളിച്ചത്. പ്രഭാകരൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രഭാകരൻ, താങ്കൾ ഈ ശിക്ഷാവിധിയെ എങ്ങനെ കാണും? 26-ാം തീയതി എല്ലാ പ്രതികളും ഹാജരാക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തു തോന്നുന്നു ഈ ഹൈക്കോടതി വിധി പുറത്തു വരുമ്പോൾ? അല്പം വൈകിയാണെങ്കിലും ഇതിന്റെ ഒരു സത്യാവസ്ഥ പതുക്കെ പുറത്തു വരുന്നത് കൊണ്ട് അഭിമാനിക്കുകയാണ് സാറേ. നമ്മുടെ നാട്ടിലെ ദുഷ്ടപ്രവൃത്തിക്ക് വേണ്ടി
മുൻകൈ എടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ദുഷ്ടത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചു മുമ്പ് ഒരു ടീച്ചറമ്മ പറഞ്ഞു, ടീച്ചറമ്മയോട് തന്നെ യോജിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ AKG സെന്ററിന്റെ പേര് പറഞ്ഞില്ലേ, ആ AKG സെന്ററിനെ വെച്ചുകൊണ്ട് തന്നെയാണല്ലോ മകൾ വീണ നടത്തിയിരിക്കുന്ന വേറൊരു എന്ന് പറഞ്ഞാൽ ഈ തട്ടിവീരന്മാരുടെ ദുഷ്ടത അവർക്ക് ഒരു പരിധിവരെ സന്തോഷിക്കാനും നിക്ഷേപ മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനും പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇവരില്ലാതാകുന്ന ഒരു കാലം വരുന്നുണ്ട്. അത് എന്നേക്കുമായി നമുക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തല്ലി ഒതുങ്ങുന്നത് എന്ന് മുതലാണെന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയിൽ നിന്ന് CPMലേക്ക് പോയത് എന്താണോ അതൊരു ഗുണ്ടായുസം തന്നെയാണ്. അതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അവിടെ മുതൽ ഇവരൊരു ഗുണ്ട പാർട്ടിയായിട്ട് മാത്രം അധപ്പതിച്ചിരിക്കുന്നത്. ഇതിന്റെ അവസാനം വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് കാണാം എന്ന് തന്നെയാണ് പ്രത്യേകിച്ചിരിക്കുന്ന ഈ ചാനലുകാർക്ക്, നിങ്ങളുടെ ചാനലിൽ എല്ലാവിധ ഭാവങ്ങളും ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ആലുവയിൽ നിന്നാണ്. ശ്രീ വേണുവാണ് ആലുവയിൽ നിന്ന് ചേരുന്നത്. ശ്രീ വേണു, 12 ക്രിസ്റ്റഫർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ക്രിസ്റ്റഫർ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലം വാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ 10ഉം 12ഉം പ്രതികളെ ആണ് ഇപ്പോൾ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നത്. അതേസമയം പി മോഹന് വെറുതെ വിട്ട നടപടി കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 2 CPMന്റെ പ്രാദേശിക നേതാക്കളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ പി മോഹനെ വെറുതെ വിട്ടിരിക്കുന്നു എന്നതും വരുന്നുണ്ട്. അതാണ് CPM പറയുന്നത് കോടതി വിധിയിൽ CPMന് പങ്കില്ല എന്ന് തെളിയുന്നതാണ് മോഹനെ വെറുതെ വിട്ട നടപടി എന്നാണ്. വേണു എങ്ങനെ ഈ വിധിയെ വിലയിരുത്തുന്നു? എന്നോടാണോ ക്രിസ്റ്റഫറിനാണോ ചോദ്യം, അത് വേണുവിനോടാണോ? ക്രിസ്റ്റഫർ. ഓക്കെ. ഒന്ന്, ഇതിനകത്തുള്ള നിങ്ങള് CPMന് പങ്കില്ല എന്ന് പറയാനാകുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. പറയാനാകും എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നുള്ളതാണ്. നോക്കൂ, പ്രതി ചേർക്കപ്പെട്ട വെറും 14 പേരൊന്നും ആയിരുന്നില്ല. അതിനകത്ത് നിരവധി പേരെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും CPMന്റെ പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളുമായിട്ടുള്ള ആളുകളെ ബോധപൂർവ്വം പ്രതി ചേർത്തത് കൊണ്ടാണ് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതി നിരവധി പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. 24 പേരെ വിട്ടയച്ചു. ആ 24 പേരും CPMന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് CPMനെ കൊടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായ CPMന്റെ നേതാക്കളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻ സഖാവിനെ ഇപ്പോൾ ഒഴിവാക്കുന്നത്. പിന്നെ പലർക്കും ഇങ്ങനൊരു ചർച്ച വരുമ്പോൾ നമുക്ക് ശരി വരുന്നത് കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉയർന്നു വരുന്ന ഒരു ചില വാക്യങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണിത്. ഇവിടെ AKG സെന്റർ പേരൊക്കെ പറയുന്നത്, ദുബായിൽ AKG സെന്റർ ഉണ്ട്, അല്ലെങ്കിൽ ഈ കേരളത്തിനകത്ത് CPMന്റെ പ്രവർത്തകർ പൊതുവിടങ്ങളിൽ ഇടപെടുന്നത് പോലെ തന്നെ ഇത്തരം വാർത്താ മാധ്യമങ്ങളുടെ പരിപാടികളിലും ഇടപെടും. അങ്ങനെ ഇടപെട്ടുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതൊക്കെ AKG സെന്ററിൽ നിന്ന് നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്തൊരു വലിയൊരു വിഡ്ഢിത്തരമുണ്ട്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതിലുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ വന്നിരുന്ന് പറയുന്നത് കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങളുടെ പിന്നിലൊക്കെ ആരാണെന്ന് അറിയാം എന്ന് പറയുമ്പോൾ പോലും മറു ചോദ്യമില്ല, ആരാണ് എന്ന് ചോദിക്കുന്നില്ല. അതെ, താങ്കളുടെ അഭിപ്രായത്തിൽ നന്ദി എന്ന് പറഞ്ഞു പോവുക. ആരാണ് കണ്ണൂരിലെ കൊലപാതകങ്ങളുടെ ഉത്തരവാദി? അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ? താങ്കളെങ്കിലും ചോദിക്കാനുള്ള ഉത്തരവാദിത്വം. അല്ല, കണ്ണൂരിലെ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ആരാണെന്ന് അറിയുന്നതിന് മുന്നേ ഈ കൊലപാതകങ്ങളെ മൊത്തത്തിൽ ഞങ്ങൾ എതിർക്കുകയാണ്. ഞങ്ങൾക്ക് യാതൊരു കൊലപാതകത്തെയും ന്യായീകരിക്കാനാകില്ല, അത് ഏതു പാർട്ടി ചെയ്താലും ശരി. പക്ഷേ ഇവിടെ നമുക്കറിയാലോ, ഈ TP ചന്ദ്രശേഖരൻ അങ്ങനെ എന്തെങ്കിലും ഹൃദയാഘാതം വന്ന് മരിക്കുകയല്ലോ ചെയ്തത്. 51 വെട്ടേറ്റ് അതിക്രൂരമായി കൊല്ലപ്പെടുകയാണല്ലോ ചെയ്തത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകില്ല. അത് ഈ ട്രൗസർ മനോജും അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കൊടിസുനിയും പോയി വെട്ടിക്കൊന്നതാണ് എന്ന് ആരെങ്കിലും കേരളത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ കൊടിസുനിക്ക് അല്ലെങ്കിൽ പൂക്കടയിൽ നടന്ന എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഫലമായാണ് ഇത് നടന്നത് എന്ന് കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കൃത്യമായി ചില ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അത് കോടതി വിധി വരുന്ന ഘട്ടത്തിൽ നമ്മൾ അതിനെ അംഗീകരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഒരുപക്ഷെ നിയമപരമായി കഴിയില്ല. അതുകൊണ്ട് ആണ് ചോദിക്കാത്തത്. പക്ഷേ അറിയേണ്ട കാര്യങ്ങൾ ആളുകൾ അറിയുന്നുണ്ട് എന്നതുകൂടി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. കേൾക്കാമോ താങ്കൾക്ക്? കേരളത്തിൽ ആകെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൊണ്ട് മരണപ്പെട്ടിട്ടുള്ളത് TP ചന്ദ്രശേഖരനാണെന്ന് എന്ത് ധാരണയൊന്നും ആരും വെച്ചേക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മറ്റ് കൊലപാതകങ്ങൾ നടന്നു എന്നുള്ളത് കൊണ്ട് ഈ കൊലപാതകം ശരിയാകുമോ? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഈ CPM ഉപയോഗിക്കുന്ന സ്ഥിരം തന്ത്രമുണ്ട്. ഞങ്ങളുടെ MLA കൊന്നു, ഞങ്ങളുടെ പല നേതാക്കളെ കൊന്നു, വിദ്യാർത്ഥി നേതാക്കളെ കൊന്നു, എല്ലാം ശരി തന്നെ. ആ കൊലപാതകങ്ങളെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം
നടക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് പറയുമെങ്കിൽ ശരി, ഇത് അവരും കൊല്ലുന്നു, നിങ്ങളും കൊല്ലുന്നു. ആ രാഷ്ട്രീയം കേരളത്തിന് വേണ്ട. അതാണ് ഈ നാട്ടിലെ ജനം പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടില്ല മിസ്റ്റർ. ഞാൻ ഈ കൊലപാതകങ്ങളെ ന്യായീകരിച്ചിട്ടില്ല. കേരളത്തിൽ ആരും കൊല്ലപ്പെടരുത്, രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളും കൊല്ലപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കൊലപാതകങ്ങളുടെ ചരിത്രം എന്ന് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPM-ന്റെ പ്രവർത്തകരാണ്. ആ കൊല്ലപ്പെട്ടവരോട് എന്തെങ്കിലും ഒരു മമതയുണ്ടായിരുന്നെങ്കിൽ ഈ തിരിച്ചു കൊല്ലാൻ പോകുന്ന ആളുകളെ തടയുന്നതിന് പകരം അവരുടെ കല്യാണത്തിന് പോയി പങ്കെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ? അതാണോ ചെയ്യേണ്ടത്? ഈ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളുടെ കല്യാണത്തിൽ പോയി പങ്കെടുക്കുകയാണ്. ഈ കൊല്ലപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിൽ, ഈ അക്രമ രാഷ്ട്രീയം പാടില്ലെന്നുറക്കെ പറയുന്ന നിങ്ങൾ ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് കല്യാണത്തിന് പോവുക, എന്നിട്ട് അവരെ ജയിലിൽ സന്ദർശിക്കുക, അവരെ ആശുപത്രിയിൽ സന്ദർശിക്കുക, ഇതൊക്കെ ചെയ്തത് ആരാണ്? എന്നിട്ട് ഇത് ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ അവലപിക്കുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് എങ്ങനെയാണ് തീർക്കുന്നത്? നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വളച്ചൊടിക്കുന്നു എന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു RMP നേതാവായ TP ചന്ദ്രശേഖരൻ മരിച്ചത് എങ്ങനെയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾക്കൊന്ന് മറുപടി പറയാമോ? അല്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് TPയുടെ മരണമല്ലാതാകുന്നില്ലല്ലോ. TPയേക്കാൾ ക്രൂരമായി ആളുകൾ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ TP മരിച്ചത് ഏതെങ്കിലും ആഘാതം വന്നിട്ടോ തലവേദന വന്നിട്ടോ ഒന്നുമല്ല. 51 വെട്ടി കൊന്നതാണ്. ആ കൊന്നത് ഒരു കൊടിസുനി ഒരു കൊലയാളിയോ അല്ലെങ്കിൽ ഷാഫിയോ എന്നൊരു വ്യക്തിയോ ചേർന്ന് അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ട് കൊന്നതാണെന്ന് വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ കാരണത്തിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ കൊന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ശിക്ഷിക്കേണ്ട ഒരു തെറ്റാണ്. അതിനെ ആരും ന്യായീകരിക്കില്ല. നിങ്ങൾക്കറിയോ TP ചന്ദ്രശേഖരനേക്കാളും കൂടുതൽ വെട്ടുവെന്ന് ബന്ധപ്പെട്ട ഒരാളുടെ പേര് പറയാൻ താങ്കൾ സന്നദ്ധനാണോ? താങ്കൾക്ക് അറിയോ? എനിക്ക് കേരളത്തിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളെ കുറിച്ചും അറിയാം. എന്താ എന്റെ അറിവ് പരിശോധിക്കുന്നത് അല്ല. നമുക്കിപ്പം എത്ര കേരളത്തിന്റെ തുടക്കം തൊട്ടുള്ള കൊലപാതകങ്ങളുടെ ഒരു വലിയ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ MLA-മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രാദേശിക നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്രയോ നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ടിടത്തേക്ക് ആ വാർത്ത കവർ ചെയ്യാൻ ഏറ്റവും അടുത്ത് കണ്ണൂരിൽ ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടയിടത്തേക്ക് ധീരജിന്റെ വീട്ടിലേക്ക് പോയി ആ വാർത്ത കവർ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചും കുത്തേറ്റ ആളുകളെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കറിയാം. അവർക്കോടൊപ്പം ആ കുടുംബത്തിന്റെ വേദനയൊക്കെ ഞങ്ങൾക്കറിയാം. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഭാഗം ചേർന്നതുകൊണ്ട് മറ്റൊരു പാർട്ടിയെ ഞങ്ങൾ അധിക്ഷേപിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. കൊലപാതക രാഷ്ട്രീയം കേരളത്തിനുണ്ടാക്കിയ നടുക്കം, ആ നടുക്കമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു പക്ഷത്തിന്റെ വശത്തു നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ ഞങ്ങൾക്കാകില്ല. ായിട്ടല്ല ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഞാൻ താങ്കളോട് അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്. കേരളത്തിൽ TP ചന്ദ്രശേഖരനേക്കാളും വ്യക്തികളുടെ എണ്ണം കൂടുതൽ കൊണ്ട് മരണപ്പെട്ടുള്ള ഒരാളിന്റെ പേര് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. താങ്കൾ എനിക്ക് ഇത് മനസ്സിലാകാത്തത്, ഈ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ സംബന്ധിച്ചുള്ള വലിയ പുസ്തകം തന്നെ ഈ നാട്ടിൽ എഴുതിയിട്ടുണ്ട്. വാടിക്കൽ രാമകൃഷ്ണൻ തൊട്ട് തുടങ്ങുന്ന ഒരു പരമ്പരയുണ്ടല്ലോ കൊലപാതകത്തിൻ്റെ. ഇത് ഇവിടെ അങ്ങ് വിവരിക്കാൻ നിൽക്കണ്ട. നമുക്ക് ഏതായാലും ഈ തൽക്കാലം ഈ കൊലപാതകങ്ങളെ ഒഴിച്ചു നിർത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് വെക്കാം. ഈ കൊലയാളികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനും അവരുടെ ആശുപത്രി ചികിത്സ നടത്താനും മറ്റൊരാളെ കൊണ്ട് ഒഴിയാനിട്ടിരിക്കുന്നു കണ്ണൂരിൽ. ഞാൻ പോയതാണ് ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ വീട്ടിൽ. ആ ആളുകളെ ഒഴിയാൻ കൊണ്ടുപോവുക. ഇത്തരം പരിപാടികൾ അവസാനിപ്പിച്ചാൽ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസാനിപ്പിച്ചാൽ കേരളത്തിൽ ജനങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകുമെന്ന് കരുതാം. അടുത്ത പ്രേക്ഷകരിലേക്ക് പോകാം, സമയക്കുറവുണ്ട്. ശ്രീ റഷീദ് കേൾക്കാമോ? അങ്ങേക്ക് എന്ത് തോന്നുന്നു ഈ വിധി പുറത്തു വരുമ്പോൾ? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് 51 വെട്ടി കൊലപ്പെടുത്തിയ TP ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ വധം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വിധിയും ആ നിലയിൽ തന്നെയാണ്. വീണ്ടും വിധി വന്നിരിക്കുകയാണ് അവർക്കെതിരെ. അപ്പോഴാണ് രമ പറയുന്നത്, ഞാൻ പറഞ്ഞത് ശരിവെക്കുന്നു, രാഷ്ട്രീയ പകപോക്കലിന്റെ ഇരയായതാണ് എന്റെ ഭർത്താവ് TP ചന്ദ്രശേഖരൻ. ഇതെന്തൊരു കാടത്വമാണ്. ഇത്തരം കാടത്വം ചെയ്യാൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് സാധ്യമാവുന്നത്? പകപോക്കൽ രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ടതല്ലേ? അറുതി വരുത്തുക തന്നെ വേണം. അതിനൊരു ചൂണ്ടുപലകയായി ഈ ഒരു വിധി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു, ശ്രീ രാജൻ. എങ്ങനെ ഈ വിധിയെ വിലയിരുത്തുന്നു?
സാറേ, പൊളിറ്റിക്കൽ കൊലപാതകം ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധിയെ കൊന്ന ആൾ ആരാണെന്ന്, ഏത് ഗ്രൂപ്പിലുള്ള ആളാണെന്ന് നമുക്കറിയാം. അതിനൊന്നും ആർക്കും പിന്നെ ആലൊന്നും കിളിച്ചില്ല ആരുടെയും. പിന്നെ അതുകൂടാതെ ഇന്ദിരാഗാന്ധിക്കെതിരെ ആദ്യമായിട്ട് ആരോപണം ഉന്നയിച്ച ആളാണ് ലളിത് നാരായൺ മിശ്ര എന്ന് പറയും. അയാളെ ബറോഡയിൽ വെച്ച് ബോംബ് എറിഞ്ഞ് കൊന്നു. അതാരാണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും എല്ലാവർക്കും അറിയാം. ആരുടെയും പിന്നെ ആസനത്തിൽ ആല് കളിച്ചാൽ ഞാൻ കണ്ടില്ല. അതുപോലെ അമിത്ഷാക്കെതിരെ പിന്നെ എന്തോന്ന് എഴുതിയേ, ജസ്റ്റിസ് ലോയെ വെടിവെച്ച് കൊന്നു. അമിത്ഷാക്കെതിരെ എഴുതിയത് അതാരാണെന്നും ആരാണ് ജയിപ്പിച്ചതെന്നും എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇതെല്ലാം ബാധകമാണ്. എത്രയോ പിള്ളേർ SFIക്കാരന്റെ മരിച്ചു, മറ്റവരുടെ മരിച്ചു, KSUക്കാരന്റെ മരിച്ചു. അതിലൊന്നും ഇല്ലാത്ത എന്തോ പ്രത്യേകത ഇയാൾക്കുള്ളത്. ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നവർക്ക് അതും ബാധകമാണ് സാറ്. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. അതിനകത്ത് കാര്യമുണ്ട് ശ്രീ രാജൻ. മരണപ്പെടുന്നത് നമ്മുടേതാരെങ്കിലും ആകുമ്പോൾ, കൊല്ലപ്പെടുന്നവർ നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ എല്ലാറ്റിനകത്തും കാര്യം വരികയാണ്. ഒരാവശ്യവുമില്ലാതെയാണ് ഇത്തരം ആളുകളെ വെട്ടിനുറുക്കുന്നത് എന്ന് ഓർക്കുന്നിടത്താണ് ഏറ്റവും ദുഃഖം വരുന്നത്. ഇത് രാഷ്ട്രീയമല്ല എന്നുറക്കെ കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം പറഞ്ഞിട്ടും അത് മനസ്സിലാകാത്തവർ ഈ കൊല തുടരുമ്പോഴാണ് ഇത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒരു TPയുടെ കഥ മാത്രമല്ല, കേരളത്തിൽ കൊല്ലപ്പെട്ട എല്ലാവരുടെയും കഥ ഇതേപോലെ തന്നെ, ഇതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാണുകയും ചെയ്യുന്നത്. അടുത്ത കോളറിലേക്ക് പോകാം. രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകനാണ് ആലത്തൂരിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, എങ്ങനെ വിലയിരുത്തുന്നു ഈ വിധിയെ? കേരളം ഇതിൽ നിന്ന് എന്തു പഠിക്കും? ഇതൊക്കെ ഇത്ര നേരം കേട്ടിരുന്നതിൽ നിന്ന് ഞാൻ എന്താണ് സാറേ വിലയിരുത്തുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചന്ദ്രശേഖരനെ 51 വെട്ടിയവരെക്കാൾ വലിയ ക്രൂരമായ മനസ്ഥിതിയോടാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് ലോകമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഞാനൊക്കെ ചിലപ്പോ ഈ സംസാരിക്കാൻ നമ്മൾ ചൂടായി അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സിന് ഒരു മാറ്റമില്ല. ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഇങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറയണത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറ് ചോദിച്ചു അയാളുടെ ബന്ധുക്കൾക്കോ അങ്ങനെ സംഭവിക്കണം, സ്വന്തം മകനോ മക്കൾക്കോ. പക്ഷെ ഇവരുടെയൊക്കെ മനസ്സ് കരിങ്കല്ലാന്ന് തോന്നുന്നു സാറേ. അതാണ്. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുക? ഇന്ദിരാഗാന്ധിയെ കൊന്നു, ഗാന്ധിജിയെ കൊന്നു. അപ്പൊ ഈ പരമ്പര ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ തുടർന്ന് പൊയ്ക്കോട്ടെ എന്ന് അല്ലേ? രാഷ്ട്രീയത്തിൽ ഇങ്ങനെയാണെന്ന്. ഇത് എന്തും മനസ്സാണ് ഇതുങ്ങളുടെ. ഈ മംഗളം വാരികയിലെ 80കളിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു, കണ്ണൂരിലെ പാട്ട് ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ്. സാറിന്റെ പ്രായം വെച്ച് അത് വായിച്ചിട്ടുണ്ടോ എനിക്കില്ല, ഞാനൊക്കെ തുടർച്ചയായി വായിച്ചുള്ള. ഇവർ ഈ കണ്ണൂർ ജില്ലയിലൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ക്രൂര ചില സൃഷ്ടിക്കപ്പെട്ട് കയറി പോകാൻ പോലും പാടില്ല. അത്ര ക്രൂരതയായിരുന്നു ഈ കണ്ണൂർ നടന്നത്. ഞാനൊക്കെ മംഗളം വാരികയിൽ അത് വായിച്ചിരുന്നു. സാറിന് അത് അന്വേഷിച്ചാൽ സാറിന് അറിയില്ലേ, മംഗളം വാരികയിൽ മുൻപ് വന്നിരുന്നതാണ് കണ്ണൂർ ഗ്രാമങ്ങളിൽ. വളരെ വ്യക്തമാണ്. താങ്കളുടെ ടെലിഫോണിന് ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. ഏതായാലും പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് പൊതുവേദി തുടരുന്നു. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു, സുരേഷ് കുമാർ, കൊല്ലത്ത് നിന്ന്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾ കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലക്കിളികല്ലൂർ. ശ്രീ സുരേഷ് കുമാറിന് ഈ വിധി കേട്ട് എന്താണ് തോന്നിയത്? നമ്മളെ ഇതിപ്പോ അതിനകത്ത് വരുന്നില്ലല്ലോ, നമ്മളെ ചാനലിൽ വരുന്നില്ലോ. ഓക്കെ, ഞാൻ സംസാരിച്ചോളാം. ഈ വിധി എന്ന് വെച്ചാൽ ഏത് അക്രമ രാഷ്ട്രത്തെയും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ വിധിയിലും ഞാനത് ആ വിധി അങ്ങേയറ്റം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ മറ്റു പല കേസുകളിലും ഈ വിധികൾ, ഇങ്ങനെയുള്ള വിധികൾ വന്നിട്ടില്ല. അതിനെ അവലംബിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യൻ മൊത്തത്തിൽ ഈ അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ ഉണ്ടാകുന്നു. അക്രമ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ നമുക്ക് അവലംബിക്കേണ്ടിയിരിക്കുന്നു. വളരെ വ്യക്തമാണ് സുരേഷ് കുമാർ. അജയ് കുമാർ എന്നൊരു പ്രേക്ഷകൻ കളമശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ് കുമാർ, ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അവസാനിക്കുമോ അടുത്തെന്നെങ്കിലും? അജയകുമാർ പുത്തലത്തുറം കളമശ്ശേരിയാണ് സംസാരിക്കുന്നത്. ശ്രീ പറയൂ അജയ് കുമാർ. ഈ ആക്രമ രാഷ്ട്രീയം നിർത്തണമെങ്കിൽ CPM ഇല്ലാതാവും. CPM നിഷ്ഠൂരമായി. ഇത് രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയാം. ഇത് ഗുണ്ടകളെ വെച്ച് കൊല്ലിക്കുന്നതാണ്. TP ചന്ദ്രശേഖരനെ പോലെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ മാർക്സിസം അംഗീകരിച്ച രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കുന്നത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഇത് ഗുണ്ടാ രാഷ്ട്രീയമാണ്. ഗുണ്ടാ രാഷ്ട്രീയത്തിൽ ഒളിവിലിരുന്ന് വേശ്യകളെ പ്രോസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോകാൻ പറ്റും സാങ്ഷൻ കൊടുക്കുന്നു ജയിൽ വാർഡന്മാര്.
ഏതായാലും പിടിച്ചിലെടുത്താൻ കൊണ്ടുപോകുന്നു. അതെ അതെ, ഈ കുറ്റവാളികൾക്ക് തോന്നിയ പോലെ പരോളുകൾ നൽകുകയും അവരെ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നതുകൊണ്ടാകണം ഈ അക്രമ രാഷ്ട്രീയം നിർബാധകം തുടരുന്നത്. ഏതായാലും അജയ്കുമാർ അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെ നന്ദി. ഏതായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ യൂട്യൂബിലും ഒരു ചർച്ച നടത്തിയിരുന്നു. പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ ഇനി ഈ കേസിൽ പങ്കില്ലെന്ന് പറയാൻ CPM-നാകുമോ എന്നായിരുന്നു ചോദ്യം. 15% ആളുകൾ അതിന് CPM-ന് കേസിൽ പങ്കില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു. അവർക്ക് CPM-ന് പങ്കില്ലെന്ന് പറയാനാകും എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു. അതേസമയം 85% ആളുകൾ CPM-ന് പങ്കില്ലെന്ന് ഇനി പറയാൻ ആകില്ല എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. ഇൻവോൾവ് ആയിട്ടൊരു